പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. നമുക്ക് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ വൈസ് ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് ഫസ്റ്റ് ചാപ്റ്റർ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് നോക്കാം. ആദ്യത്തെ ചോദ്യം, ഫ്രം വിച്ച് എൻഡ് ഓഫ് ദ ഓവ്യൂൾ ആൻഡ് ഹൗ ഡസ് ദ പോളൻ ട്യൂബ് ഗെയിൻ ഇറ്റ്സ് എൻട്രി ഇൻ ടു ദ എംബ്രിയോ സാക്ക് ഓഫ് എ ഹൈബിസ്കസ് ഫ്ലവർ? സ്റ്റേറ്റ് ദ ഫേറ്റ് ഓഫ് ദ മെയിൽ ന്യൂക്ലിയൈ പ്രസന്റ് ഇൻ ദ പോളൻ ട്യൂബ്. നമുക്കറിയാം, ഇതൊരു എംബ്രിയോ സാക്ക് ആണെങ്കിൽ ഇവിടെ ഓപ്പണിംഗ് ഉണ്ട്, അതിനെ നമ്മൾ മൈക്രോപൈലാർ എന്ന് പറയാം അല്ലേ. ഇൻറ്റഗ്മെൻറ്റ്സ് ക്ലോസ് ആവാത്ത ഭാഗമാണ് മൈക്രോപൈൽ. അപ്പോൾ ഒരു പോളൻ ട്യൂബ് ഇതുവഴി വരുന്നു. അപ്പോൾ ഇവിടെ 3 സെൽസാണുള്ളത്. നടുക്കൊരു എഗ് സെല്ല്, രണ്ട് സൈഡിലും സൈനോജിറ്റ്സ്. സൈനോജിറ്റ്സിനകത്ത് എന്തുണ്ട്? ഫിലിഫോം അപ്പാരറ്റസ്. ഇതിന് വരുന്ന മെയിൽ ന്യൂക്ലിയസ് ഇതിനകത്തോട്ട് ഈ ഫിലിഫോം അപ്പാരറ്റസ് ഗൈഡ് ചെയ്ത് ഇങ്ങോട്ട് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 മെയിൽ ഗ്യാമീറ്റ്സ് ഉണ്ട്. ആദ്യത്തെ മെയിൽ ഗ്യാമീറ്റ് ഒരു നമ്മുടെ ഫീമെയിൽ ഗ്യാമീറ്റുമായിട്ട് ഫ്യൂസ് ചെയ്യും. രണ്ടാമത്തെ മെയിൽ ഗ്യാമീറ്റ് ഈ സെൻറ്ററിൽ 2 പോളാർ ന്യൂക്ലിയ ഉണ്ട്. ഈ 2 പോളാർ ന്യൂക്ലിയ ആയിട്ടാണ് ഫ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഹാപ്ലോയിഡ് ആണ്, ഇത് ഹാപ്ലോയിഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് നമുക്ക് എന്ത് കിട്ടും? ഒരു സൈഗോട്ട് ഉണ്ടാവും. ഈ സൈഗോട്ടിനെ നമ്മൾ ഡിപ്ലോയിഡ് കണ്ടീഷനിലാണ്. അപ്പോൾ ഈ സൈഗോട്ട് ഉണ്ടാകുന്ന പ്രോസസ്സിനെ നമ്മൾ ഫെർട്ടിലൈസേഷൻ അഥവാ സിൻഗമി എന്നാണ് പറയുന്നത്. അതേപോലെ ഇവിടെ 3 ന്യൂക്ലിയസ് ആണ് ഫ്യൂസ് ചെയ്യുന്നത്. 2 പോളാർ ന്യൂക്ലിയൈ, അത് 2 ഹാപ്ലോയിഡ് ആണ്. ഇവിടെ ഒരു ഹാപ്ലോയിഡ്. അപ്പോൾ അതൊന്നിച്ച് എന്തായിട്ട് മാറും? ഇത് നമുക്കൊരു പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഉണ്ടാവും. ഇതിൻ്റെ ട്രിപ്ലോയിഡ് ആണ് ഇതിൻ്റെ പ്ലോയിഡ്, കാരണം 3 ഫ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്യൂഷനെ നമ്മൾ പറയുന്ന പേരാണ് എന്താ? ട്രിപ്പിൾ ഫ്യൂഷൻ. 3 ന്യൂക്ലിയ ആണ് ഫ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 2 ഫ്യൂഷൻ നടക്കുന്നുണ്ട്. ഒന്ന് സിൻഗമി, ഒന്ന് ട്രിപ്പിൾ ഫ്യൂഷൻ. അതുകൊണ്ടാണ് ഇതിനെ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. Name any 2 outbreeding devices that flowering plants have developed and explain how they help in encouraging cross-pollination. പ്ലാന്റ്സിൽ ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ആണെങ്കിൽ അതിൽ സെൽഫ് പോളിനേഷൻ കണ്ടിന്യൂസ് നടന്നാൽ ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ ഉണ്ടാവും. അപ്പോൾ എല്ലാ പ്ലാന്റ്സും പ്രിഫർ ചെയ്യുന്നത് ഒരു ഔട്ട് ബ്രീഡിംഗ് ആണ്. അതിന് വേണ്ടിയിട്ട് 4 സ്ട്രാറ്റജീസ് ആണുള്ളത്. ഒന്ന്, സ്റ്റിഗ്മ ആൻഡ് ആന്തർ ആർ പൊസിഷൻ അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ്. അപ്പോൾ ഇതിപ്പോൾ സ്റ്റിഗ്മ ഇവിടെയാണെങ്കിൽ ആന്തർ ഇങ്ങനെയാണെങ്കിൽ നാച്ചുറലി ഇത് ഫോൾ ഓഫ് ചെയ്യും അല്ലേ. പക്ഷേ ആന്തർ ചെറുതാണെങ്കിലോ ഇതിന് ഈ പോളൻ ഗ്രെയിൻ അവിടെ എത്താൻ പറ്റില്ല. പിന്നെ സ്റ്റിഗ്മ റിസപ്റ്റിവിറ്റി ആൻഡ് പോളൻ റിലീസ് ആർ നോട്ട് സിൻക്രണൈസ്. ഒരേ സമയത്ത് സ്റ്റിഗ്മ റിസപ്റ്റീവ് ആകുമ്പോൾ ചിലപ്പോൾ പോളൻ റിലീസ് ആവില്ല, അല്ലെങ്കിൽ പോളൻ റിലീസ് ആവും പക്ഷേ സ്റ്റിഗ്മ റെഡി ആയിരിക്കില്ല. പിന്നെ സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ജെനറ്റിക് മെക്കാനിസം ആണ്. ഇതിൻ്റെ തന്നെ പോളൻ ഇവിടെ വന്ന് വീണാൽ അതിനെ വളരാൻ അനുവദിക്കില്ല. അതാണ് സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി. പിന്നെ ഏറ്റവും നല്ല മെത്തേഡ് എന്താണ്? യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്. ഒരു ഫ്ലവറിൽ ഈതർ മെയിൽ ഫ്ലവർ അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ഫ്ലവർ ആണെങ്കിൽ ഒരിക്കലും സെൽഫ് പോളിനേഷൻ സാധ്യമല്ല. അപ്പോൾ ഇതിലേതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. 2 മാർക്ക് ക്വസ്റ്റിന്. 3 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണെങ്കിൽ 3 എണ്ണം എഴുതേണ്ടി വരും. ഇതിൽ ട്രാൻസ്ഫർ സെക്ഷൻ ഓഫ് മെച്യൂർ ആന്തർ ഗിവൺ ബിലോ. ഐഡൻറ്റിഫൈ എ ആൻഡ് ബി ആൻഡ് മെൻഷൻ ദെയർ ഫങ്ഷൻസ്. ഇവിടെ എ എന്ന് പറയുന്നത് സ്പോറോജീനസ് ടിഷ്യൂ ആണ്, മൈക്രോസ്പൊറാഞ്ചിയാണ്. ഇത് 4 എണ്ണം മൈക്രോസ്പൊറാഞ്ചിയാണ്. ഈ മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്ത് കാണുന്നതാണ് സ്പോറോജീനസ് ടിഷ്യൂ. ഈ ബി എന്ന് പറയുന്നത് അതിൻ്റെ ന്യൂട്രീഷണൽ ലെയറായ ടെപ്പീറ്റമാണ്. നെയിം ദ ഓർഗാനിക് മെറ്റീരിയൽ പ്രസന്റ് ഇൻ ദ ഔട്ടർ ലെയർ ഓഫ് പോളൻ ഗ്രെയിൻ. ഔട്ടർ ലെയർ എക്സൈൻ ആണ്. എക്സൈനിൽ സ്പോറോപോളനിൻ ഉണ്ട് അല്ലേ. അത് ആൽക്കലി, ആസിഡ്, എൻസൈമിനൊക്കെ റെസിസ്റ്റൻ്റ് ആണ്, ഹീറ്റിനും റെസിസ്റ്റൻ്റ് ആണ്. ഹൗ ആർ പോളൻ ബാങ്ക്സ് യൂസ്ഫുൾ? അപ്പോൾ നമുക്ക് പോളൻ ഗ്രെയിൻസിൻ്റെ വയബിലിറ്റി കുറച്ച് നാളെ ഉള്ളായിരിക്കും. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ സ്പീഷീസ്. ചിലപ്പം സെവറൽ അവേഴ്സ് ടു സെവറൽ മന്ത്സ് അല്ലെങ്കിൽ സെവറൽ ഇയേഴ്സ്. അപ്പോൾ നമുക്കതിനെ -196 ഡിഗ്രി സെൽഷ്യസിൽ ലിക്വിഡ് നൈട്രജനിൽ നമുക്കതിനെ പ്രിസർവ് ചെയ്യാം. അതിനെ ക്രയോ പ്രിസർവേഷൻ എന്ന് പറയുന്നു. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഇത് ക്രോപ്പ് ബ്രീഡിംഗ് പ്രോഗ്രാംസിന് ഇത് ഹെൽപ്ഫുൾ ആണ്. Explain the process of development of a male gametophyte in an angiosperm. മെയിൽ ഗാമെറ്റോഫൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പോളൻ ഗ്രെയിൻ ആണ്. ഗാമീറ്റ് പ്രൊഡ്യൂസിങ് സ്ട്രക്ചർ പോളൻ ഗ്രെയിൻ. അപ്പോൾ അതിൻ്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മൈക്രോസ്പോറോജെനസിസ് ആണ്. അപ്പോൾ ഇവിടെ ആദ്യം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആന്തറിനകത്ത് മൈക്രോസ്പൊറാഞ്ചിയം ഉണ്ട് അല്ലേ. ഈ സ്പൊറാഞ്ചിയത്തിനകത്ത് സ്പോറോജീനസ് ടിഷ്യൂ ഉണ്ട്. ഇതിൽ ഓരോന്നും പോളൻ മദർ സെല്ലാണ്. അത് ഡിപ്ലോയിഡ് ആണ്. അത് ആദ്യം എന്ത് ചെയ്യും? റിഡക്ഷൻ ഡിവിഷൻ നടന്നിട്ട് 4 ഡോട്ടർ സെൽസ് ഉണ്ടാകും. ഈ 4 ഡോട്ടർ സെൽസ് ഒന്നിച്ചിരിക്കുന്നുണ്ട്. അതിനെ നമ്മൾ
പോളൻ ടെട്രാഡ് എന്ന് പറയും. ഈ പോളൻ ടെട്രാഡ് ഡീഹൈഡ്രേറ്റ് ചെയ്തിട്ട് 4 പോളൻ ഗ്രെയിൻസ് ആയിട്ട് മാറും. ഇതിനെയാണ് നമ്മൾ മൈക്രോസ്പോറോജെനിസിസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് മെയിൽ ഗ്യാമെറ്റോഫൈറ്റ് എന്ന് വിളിക്കുന്നു? Because its generative cell divides to form 2 male gametes. ഈ പോളൻ ഗ്രെയിനകത്തുള്ള ജനറേറ്റീവ് സെൽ എന്തായിട്ട് മാറുന്നുണ്ട്? ഗ്രെയിനകത്ത് 2 സെൽസ്, ഒരു സെൽ ഡിവൈഡ് 2 ആകും. അൺഈക്വൽ ആണ് ഒരു വലിയ വെജിറ്റേറ്റീവ് സെല്ലും ഒരു ചെറിയ ജനറേറ്റീവ് സെൽ. ഇതിൻ്റെ ന്യൂക്ലിയസ് ഓൾറെഡി ഹാപ്ലോയിഡ് ആണ്. ഇത് ഡിവൈഡ് ചെയ്ത് 2 ഹാപ്ലോയിഡ് മെയിൽ ഗാമീറ്റ്സ് ആയിട്ട് മാറും. 2 മെയിൽ ഗാമീറ്റ്സ് ഉണ്ട്. ഡബിൾ ഫെർട്ടിലൈസേഷൻ ഈസ് ആൻ ഇവൻറ്റ് യുണീക്ക് ടു ഓൾ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. എക്സ്പ്ലെയിൻ. ഞാനത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ്ലി വരുന്നുണ്ട്. കാരണം ഞാൻ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് കമ്പൈൽ ചെയ്തപ്പോൾ വന്നതാണ്. അതിന് കാരണം എന്താ? ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് കൂടുതലാണ് അല്ലേ? അപ്പോൾ എപ്പോഴും ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുമ്പോൾ 2 ഫെർട്ടിലൈസേഷൻ്റെ പേരെടുത്ത് പറയാൻ ശ്രമിക്കണം, അതിൻ്റെ പ്രോഡക്ട്സും. അതായത് ആദ്യത്തേത് ഏതാണ്? നമ്മുടെ സിംഗമി അല്ലെങ്കിൽ ട്രിപ്പിൾ ഫ്യൂഷൻ. 2 പേര് എഴുതുക. സിംഗമിയുടെ ഫലമായിട്ട് നമുക്കുണ്ടാകുന്നത് സൈഗോട്ടാണ്. ട്രിപ്പിൾ ഫ്യൂഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്നത് പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് ആണ്. അപ്പോൾ ഇത് രണ്ടും പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് ട്രിപ്ലോയിഡ് ആണ്, സൈഗോട്ട് ഡിപ്ലോയിഡ് ആണ്. Give a reason for the following. A seed of an orange has many embryos. ഈ മെനി എംബ്രിയോസ് വരുന്ന കണ്ടീഷൻ എന്താണ്? പോളി എംബ്രിയോണി എന്ന് പറയും അല്ലേ? അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ന്യൂസെല്ലാർ സെൽസ്, അതായത് എംബ്രിയോസാക്കിന് ചുറ്റുമുള്ള ന്യൂസെല്ലാർ സെൽസ് ഉണ്ട്, അത് ഡിപ്ലോയിഡ് ആണ്. അത് ഈ എംബ്രിയോയ്ക്ക് അകത്തേക്ക് പ്രൊട്രൂഡ് ചെയ്യും, തള്ളി വന്നിട്ട് അവിടെ അത് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് എംബ്രിയോ ആയിട്ട് മാറും. കാരണം അത് ഓൾറെഡി അത് ഡിപ്ലോയിഡ് അല്ലേ? അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ കൂടുതൽ എംബ്രിയോസ് ഉണ്ടാകും. അതിനെ പറയുന്ന പേരാണ് പോളി എംബ്രിയോണി. കാഷ്യൂ ഈസ് എ ഫോൾസ് ഫ്രൂട്ട് ബട്ട് ഗോവ ഈസ് എ ട്രൂ ഫ്രൂട്ട്. ആദ്യം ഫോൾസ് ഫ്രൂട്ട് ട്രൂ ഫ്രൂട്ട് എന്താണെന്ന് മനസ്സിലാക്കുക. ഒരു ഫ്രൂട്ട് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ട് ഓവറി ഡെവലപ്പ് ചെയ്തിട്ടാണ് ഫ്രൂട്ടായിട്ട് മാറുന്നത്. അപ്പോൾ ഗോവ ട്രൂ ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഓവറി ടേൺസ് ഇൻ ടു ഫ്രൂട്ട് എപ്പോഴാണ്? ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ട്. അതേസമയം കാഷ്യൂ ഫോൾസ് ആണ്, അപ്പം ഓവറി അല്ല. അപ്പം മറ്റേതോ പാർട്ടും കൂടി ഇൻവോൾവ് ആവുന്നുണ്ട്. ഇവിടെ തലാമസും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ നമ്മളതിനെ ഫോൾസ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ ഫോളോയിങ്. പെരിസ്പേം ആൻഡ് പെരികാർപ്പ്. പെരിസ്പേം എന്ന് പറയുന്നത് പെർസിസ്റ്റന്റ് ന്യൂസെല്ലസ് ഇൻ സം സീഡ്സ് ആണ്. ചില സീഡ്സിൽ ന്യൂസെല്ലസ് അങ്ങനെ തന്നെ ഇരിക്കും, ഉപയോഗിക്കപ്പെടാതെ. അപ്പോൾ അതിനെ നമ്മൾ പെരിസ്പേം എന്ന് പറയും. ബീറ്റ് ഒരു എക്സാമ്പിളാണ്. അതേസമയം പെരികാർപ്പ്. കാർപ്പ് എന്ന് പറഞ്ഞ ഫ്രൂട്ട്, പെരി എന്ന് പറഞ്ഞാൽ ഔട്ടർ വോള്. അപ്പോൾ ദ വോൾ ഓഫ് ഓവറിയാണ്. ഓവറി ഫ്രൂട്ടായിട്ട് മാറുമ്പോൾ ഓവറിയുടെ വോൾ എന്തായിട്ട് മാറും? ഫ്രൂട്ട് വോളായിട്ട് മാറും. അപ്പോൾ ഫ്രൂട്ട് വോളിനെയാണ് നമ്മൾ പെരികാർപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത് സിൻകാർപ്പസ് അപ്പോകാർപ്പസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. നമുക്കറിയാം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതായത് പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പൽ എന്ന് പറയും അല്ലേ? അപ്പോൾ കാർപ്പൽസ് എല്ലാം ഫ്യൂസ്ഡ് ആണെങ്കിൽ സിൻകാർപ്പസ് എന്നും, അത് ഫ്യൂസ്ഡ് അല്ലെങ്കിൽ അപ്പോകാർപ്പസ് എന്നും പറയും. പിന്നെന്ന് വെച്ചാൽ ഫ്യൂസ്ഡ്. ഇപ്പോൾ ഫ്യൂസ്ഡ് പിസ്റ്റിൽസ് ആണെങ്കിൽ സിൻകാർപ്പസ്, ഫ്രീ ആകുമ്പോൾ അപ്പോകാർപ്പസ്. എംബ്രിയോ നോക്കുകയാണെങ്കിൽ 2 കോട്ടിലിഡൻസ് ഉണ്ട്. ഈ കോട്ടിലിഡൻസിനെ നടുക്ക് എംബ്രിയോ ആണ്. ഈ കോട്ടിലിഡൻ്റെ ആക്സിസിന് മുകളിലോട്ട് വരുന്ന ഭാഗത്തിനെ നമ്മൾ എപ്പികോട്ടൈൽ എന്നാണ് പറയുന്നത്. അതിൻ്റെ ടിപ്പിനെ നമ്മൾ പ്ലിമ്യൂൾ എന്ന് പറയുന്നു. അതേ പ്ലിമ്യൂൾ എന്തായിട്ട് മാറും? ഷൂട്ട് ടിപ്പായിട്ട് മാറും. അതുപോലെ ഈ ലോവർ പാർട്ടിനെ നമ്മൾ ഹൈപ്പോകോട്ടൈൽ എന്നാണ് പറയുന്നത്. ഹൈപ്പോകോട്ടൈൽ എന്തായിട്ട് മാറും? റാഡിക്കിളായിട്ട് മാറും. റാഡിക്കിൾ റൂട്ടായിട്ട് ഗ്രോ ചെയ്യുകയാണ് ചെയ്യുന്നത്. എക്സ്പ്ലെയിൻ മോണോസ്പോറിക് ഡെവലപ്മെന്റ് ഓഫ് എംബ്രിയോസാക് ഇൻ ദ ഓവ്യൂൾ ഓഫ് ആൻ ആൻജിയോസ്പോർ. അപ്പോൾ ആദ്യം ഒരു മെഗാസ്പോർ മദർ സെൽ ഉണ്ട്. ഇത് ഡിപ്ലോയിഡ് ആണ്. ഇത് ആദ്യത്തെ റിഡക്ഷൻ ഡിവിഷൻ, അതായത് മിയോസിസ് 1 കഴിയുമ്പോൾ 2 സെല്ലായിട്ട് മാറുന്നു. അത് വീണ്ടും 4ആയിട്ട് മെയോസിസ് 2 കഴിയുമ്പോൾ 4 സെല്ലായിട്ട് മാറും. അതിൽ 3 എണ്ണം ഡീജനറേറ്റ് ചെയ്തിട്ട് ഒരെണ്ണം മാത്രം ഫങ്ഷണൽ മെഗാസ്പോർ ആയിട്ട് മാറുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ മോണോസ്പോറിക്. ഒരെണ്ണം മാത്രമല്ലേ ഫങ്ഷണൽ ആവുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ മോണോസ്പോറിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് അറ്റ് ദ സെയിം ടൈം ഒരു ആൻജിയോസ്പേം എംബ്രിയോസാക്കിൻ്റെ ഡയഗ്രാം ചോദിച്ചിട്ടുണ്ട്. ഇതൊരു സിമ്പിൾ ഡയഗ്രാമാണ്. മൈക്രോപൈലാർ എൻഡും ചെലാസൽ എൻഡും കാണിച്ചിട്ടുണ്ട്. സൈനോജിറ്റ്സ് മൈക്രോപൈലാർ എൻഡിലാണ്. അതിൽ നടുക്കായിട്ട് എഗ്ഗും ഉണ്ട്. ടുഗദർ അതിനെ എഗ് പാരറ്റസ് എന്ന് പറയും. താഴെ ചെലാസൽ എൻഡിൽ ആൻറ്റിപോഡൽസ് ഉണ്ട്, നടുക്ക് പോളാർ ന്യൂക്ലിയർ. One of the major approaches of crop improvement program is artificial hybridization. Explain the steps involved in making sure that only the desired pollen grain pollinates the stigma of a bisexual flower by a plant breeder. Emasculation, removing the anthers from the flower bud before they dehisce to prevent self-pollination. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അതായത് ബൈസെക്ഷൽ ഫ്ലവർ ആണെങ്കിൽ നമ്മൾ ആന്തറിനെയൊക്കെ ആദ്യം ഒന്ന് റിമൂവ് ചെയ്യും, എപ്പോഴും തുടക്കത്തിൽ തന്നെ. ദെൻ ബാഗ് ചെയ്ത് വെക്കണം. കാരണം വേറെ പോളൻ ഗ്രെയിൻ ഒന്നും അതിൽ വീണ് കണ്ടാമിനേറ്റഡ് ആവാതിരിക്കാനായിട്ട് നമ്മൾ ബാഗ് ചെയ്യും. അതിനുശേഷം സ്റ്റിഗ്മ റിസപ്റ്റീവ് ആകുന്ന സമയത്ത് പോളൻ ഗ്രെയിൻ എടുത്ത് അതിൽ ഡസ്റ്റ് ചെയ്യണം. അതിനെ പോളിനേഷൻ എന്ന് പറയും, ആർട്ടിഫിഷ്യൽ പോളിനേഷൻ.
പിന്നെ വീണ്ടും നമ്മൾ അതിനെ ബാഗ് ചെയ്ത് വെക്കണം. കാരണം അല്ലെങ്കിൽ ഇനിയും വേറെ പോളൻ ഗ്രെയിൻസ് വീണ് അത് ഗ്രോ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ 4 സ്റ്റെപ്സ് കറക്റ്റായിട്ട് എഴുതണം. സ്റ്റഡി ദ ഡയഗ്രാം ഗിവൺ ബിലോ ഷോയിങ് ദ മോഡ്സ് ഓഫ് പോളിനേഷൻ, ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. അപ്പോൾ ആദ്യത്തെ 1, 2, 3 ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ 1 എന്ന് പറയുന്നത് നമുക്കറിയാം വിത്തിൻ ദ ഫ്ലവർ, ഒരു പൂവിനകത്ത് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ അതെന്താണ്? ഓട്ടോഗമിയാണ്. അതേസമയം 2 എന്ന് പറയുന്നത് ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക്, പക്ഷെ രണ്ടും ഒരേ പ്ലാന്റിലാണ്. അപ്പോൾ അത് ഗീറ്റനോഗമി. മൂന്നാമത്തെ എന്താ? ഒരു ഫ്ലവറിൽ നിന്ന് മറ്റൊരു ഫ്ലവറിലേക്കാണ് പോകുന്നത്. രണ്ടും 2 ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ആണ്. അപ്പോൾ അതെന്താണ്? സീനോഗമി. ഹൗ ഡു ദ ഫോളോയിങ് പ്ലാന്റ്സ് അച്ചീവ് പോളിനേഷൻ സക്സസ്ഫുള്ളി? വാട്ടർ ലിലിയും വാലിസ്നേറിയ. അപ്പോൾ നമുക്കറിയാം വാട്ടർ ലിലിയും വാലിസ്നേറിയയും അക്വാട്ടിക് പ്ലാന്റ്സ് ആണ്. അപ്പോൾ അക്വാട്ടിക് പ്ലാന്റ്സിൽ വാട്ടർ ലിലി അക്വാട്ടിക് ആണെങ്കിൽ കൂടിയും അതിൽ ഇൻസെക്ട് പോളിനേഷൻ അല്ലെങ്കിൽ വിൻ പോളിനേഷൻ ആണ് നടക്കുന്നത്. എൻഡമോഫിലി അല്ലെങ്കിൽ അനിമോഫിലി. കാരണം അതിൻ്റെ ഫ്ലവർ വാട്ടറിൻ്റെ സർഫസിലാണ്. ഇൻസെക്ട്സിന് അതിനെ പോളിനേറ്റ് ചെയ്യാൻ സാധിക്കും. വാലിസ്നേറിയയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്ലവറിന് ലോങ് സ്റ്റോക്ക് ഉണ്ട്. അത് വെള്ളത്തിൻ്റെ സർഫസിൽ വരുന്നുണ്ട്. പക്ഷേ പോളൻ ഗ്രെയിൻസ് വെള്ളത്തിലേക്കാണ് റിലീസ് ചെയ്യുന്നത്. ഈ വെള്ളത്തിൻ്റെ കറൻറ്റിൽ കൂടി, വെള്ളം ഒഴുകുമ്പോൾ അതിൽ കൂടി ഈ പോളൻ ഗ്രെയിൻ വന്നിട്ട് ഫീമെയിൽ ഫ്ലവറിൽ വീഴുകയും അങ്ങനെ പോളിനേഷൻ അച്ചീവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഹാവ് ഡെവലപ്പ് മെനി ഡിവൈസസ് ടു അവോയ്ഡ് ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ. നമ്മൾ 4 മെത്തേഡും ഓൾറെഡി ഡിസ്കസ് ചെയ്തു. എക്സ്പ്ലെയിൻ 1 ഹെറിഡിറ്ററി ആൻഡ് 1 ഫിസിയോളജിക്കൽ. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് പറയണം. ഹെറിഡിറ്ററി ചോദിച്ചു കഴിഞ്ഞാൽ സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റിയാണ്, അതൊരു ജനറ്റിക് മെക്കാനിസം ആണ്. അതേസമയം ഫിസിയോളജിക്കൽ ചോദിച്ചാലോ പോളൻ റിലീസും സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റിയും സിങ്ക്രണൈസ് ആവാത്തതും, അല്ലെങ്കിൽ പോളൻ ഏർലി മെച്ചുർ ആകും, മറ്റേത് പിന്നീട് മെച്ചുർ ആവുകയുള്ളൂ. അതും നമുക്ക് ഫിസിയോളജിക്ക് എക്സാമ്പിളായിട്ട് എഴുതാം. Explain the development of male and gametophyte in an angiosperm. Draw a label diagram of 3-celled male gametophyte. അപ്പോൾ മെയിൽ ഗാമറ്റോഫൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ പോളൻ ഗ്രെയിൻ ആണ്. ഒരു ഡയഗ്രാം വരയ്ക്കുക. എക്സൈൻ ഉണ്ടായിരിക്കണം, ഇൻഡൈൻ ഉണ്ടായിരിക്കണം. എക്സൈനിൽ ജേം പോർ വേണം. പിന്നെ ഉള്ളിൽ വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലും. ജനറേറ്റീവ് സെല്ല് 2 മെയിൽ ന്യൂക്ലിയസ്. Explain the process of double fertilization in an angiosperm starting from the germination of pollen grains on the stigma, mentioning the ploidy of the end products formed at the end. State the role of synergids during the course of the process. Why does the development of endosperm precede that of embryo? ഡബിൾ ഫെർട്ടിലൈസേഷൻ്റെ ചോദ്യം വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരുന്നുണ്ട്, കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണിത്. അപ്പോൾ എപ്പോഴും ഡബിൾ ഫെർട്ടിലൈസേഷൻ എഴുതുമ്പോൾ ഇവിടെ പോളൻ ജെർമിനേഷൻ മുതലാണ് ചോദിച്ചിരിക്കുന്നത്. Pollen germination. Pollen grain germinates on the stigma, forming a pollen tube that grows through the style. അപ്പം പോളൻ വന്ന് സ്റ്റിഗ്മയിൽ വീണ് കഴിയുമ്പോൾ അത് ആ സ്റ്റൈലിൽ കൂടി പോളൻ ട്യൂബ് ഗ്രോ ചെയ്തിട്ട് ആ ഓവിയലിനകത്ത് കയറും. എങ്ങനെയാണ്? മൈക്രോപൈൽ വഴി. അതിനകത്ത് സൈനർജിഡ്സ് ഉണ്ട്. അതിനകത്തുള്ള ഫിലിഫോം അപ്പാരറ്റസ് അതിനെ എംബ്രിയോ സാക്കിലോട്ട് ഗൈഡ് ചെയ്യും. പിന്നെ 2 ഫ്യൂഷനാണ് നടക്കുന്നത്. നോർമൽ ഫെർട്ടിലൈസേഷൻ സിംഗമി എന്ന് പറയും. അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന സൈഗോട്ടിൽ ഡിപ്ലോയിഡ് ആണ്. അതേസമയം 2 പോളാർ ന്യൂക്ലിയസ് മെയിൽ ഗമേറ്റുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് ട്രിപ്പിൾ ഫ്യൂഷൻ നടക്കും. അപ്പോൾ അത് ട്രിപ്ലോയിഡ് ആയിട്ടുള്ള പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ആയിട്ട് മാറും. പിന്നെ എൻഡോസ്പേം എപ്പോഴും എംബ്രിയോ ഡെവലപ്മെൻറ്റിന് മുമ്പ് നടക്കണം. കാരണം എന്താ? എംബ്രിയോ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അതിനാവശ്യമുള്ള ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് എയർലി ഗ്രോത്തിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് അത് സംഭവിക്കുന്നത്. Draw a label diagram of fertilized embryo sac of an angiosperm. Label any 4 parts. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു എംബ്രിയോ സാക്കിൻ്റെ സിമ്പിൾ ഡയഗ്രാം കണ്ടു. പക്ഷേ ഇതെന്ന് പറയുന്നത് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ട്. അപ്പോൾ അത് വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം? ഈ എക്സൽ എന്നുള്ളത് നമ്മൾ സൈഗോട്ടെന്ന് മാർക്ക് ചെയ്യണം. അതുപോലെ ചലാസൽ എൻഡിൽ ഡീജനറേറ്റിംഗ് ആൻറ്റികോഡൽസ് ആണ് കാണിക്കേണ്ടത്. പിന്നെ സെൻട്രൽ സെൽ എന്തായി? പോളാർ ന്യൂക്ലിയയ്ക്ക് പകരം പ്രൈമറി എൻഡോസ്പേംസ് ന്യൂക്ലിയസും പ്രൈമറി എൻഡോസ്പേം സെല്ലും നമ്മൾ മാർക്ക് ചെയ്യണം. ഡീജനറേറ്റിംഗ് സൈനർജിഡ്സും ഉണ്ട്. Explain double fertilization. അത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. What is megasporogenesis? Trace the development of a large megaspore mother cell to a mature embryo sac in an angiosperm. ഇവിടെ മെഗാസ്പോറോജെനിസിസ് എന്ന് പറയുന്നത് എന്താണ്? മെഗാസ്പോർ ഉണ്ടാകുന്നതാണ്. അതായത് പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മെഗാസ്പോർ ഫ്രം മെഗാസ്പോർ മദർ സെൽ. അപ്പോൾ ആദ്യം നമുക്ക് മെഗാസ്പോർ മദർ സെൽ ഉണ്ട്. അത് ഡിപ്ലോയിഡ് ആണ്. അത് മയോസിസ് 1 നടക്കുമ്പോൾ 2 സെല്ലാകും. അതായത് ഒരു ഡയാഡ് സ്റ്റേജ്. അത് കഴിഞ്ഞിട്ട് മയോസിസ് 2 നടന്നിട്ട് 4 ഡോട്ടർ സെൽസ്. അതിനെ നമ്മൾ മെഗാസ്പോർ ടെട്രാഡ് എന്ന് പറയും. പക്ഷേ ഇനി അത് ഫോളോ ചെയ്യുന്നത് മോണോസ്പോറിക് ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ 3 സെൽസ് ഡീജനറേറ്റ് ചെയ്ത് പോയിട്ട് ഒരെണ്ണം മാത്രം റിമെയിൻ ചെയ്യും. അത് ഫങ്ഷണൽ മെഗാസ്പോറായിട്ട് ആക്ട് ചെയ്യും. ഇനി ആ ഫങ്ഷണൽ മെഗാസ്പോറിനകത്തെ ന്യൂക്ലിയസ് അത് ഹാപ്ലോയിഡ് ആണ്. അത് മൈറ്റോസിസ് നടക്കും. 3 മൈറ്റോസിസ് നടന്നിട്ട് 8 ന്യൂക്ലിയസ് സ്റ്റേജ് ആകും. അത് കഴിയുമ്പോൾ ബോൾ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യും. ചലാസൽ എൻഡിൽ 3 ബോൾ ഫോർമേഷൻ നടന്നിട്ട് ആൻറ്റിപോഡൽസ് ആകും.
മൈക്രോപൈലാർ എൻഡിനും 3 ബോൾ ഫോർമേഷൻ കഴിയുമ്പോഴേക്കും 3 സെൽസ് ഉണ്ടാകും, 2 സൈനർജിഡ്സും ഒരു എഗ്ഗും. അതിനെ നമ്മൾ എന്ത് പറയും? എഗ് അപ്പാരറ്റസ്. പിന്നെ 2 ന്യൂക്ലിയസ് ഉണ്ട്, അത് ആ നടുക്കുള്ള സെൻട്രൽ സെല്ലിൽ തന്നെ റിമെയിൻ ചെയ്യും. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു 8 ന്യൂക്ലിയേറ്റഡ് 7 സെൽഡ് എംബ്രിയോ സാക്ക് അഥവാ ഫീമെയിൽ ഗ്യാമെറ്റോഫൈറ്റ് ലഭ്യമാകും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ബയോളജി മൈ പാഷൻ.